വിദ്യാഭ്യാസ മന്ത്രി അങ്ങേര് മറ്റേ ബെഞ്ചിനോട് കൂടി ചാടി പറന്നാ പോയത് ഷാജി പാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങേര് വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടിരുന്നിട്ട് ഇതേ കുട്ടികളെ മുന്നിക്കല്ലേ പോണേ. നാളെ ബെഞ്ചിന് മുകളിൽ ഒരു കുട്ടി ചാടി പറന്നിരുന്നിട്ട് എന്റെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തു എന്ന് പറഞ്ഞു. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണോ? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാഗ്, ആ ഒരു ടൈറ്റിൽ, ഇതൊക്കെ അവരെന്തിനു വെച്ചു? അപ്പൊ സഞ്ജു ടെക്കി ചെയ്തത് പേഴ്സണലി എത്രമാത്രം തെറ്റാണ്. അതിൽ എത്ര മാത്രം ഒന്നുമില്ല, കംപ്ലീറ്റ്ലി റോങ് ആണ്. അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ റോബിന്റെയും ഒരു ഇത് കണ്ടു, സായി കൃഷ്ണ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാറില്ല. അല്ല, വിളിച്ചാലല്ലേ എടുക്കേണ്ട ആവശ്യമില്ല, വിളിക്കാറില്ല, വിളിക്കാതെ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്കൊരു സിമ്പതി തോന്നാനുള്ള ഒരു കാരണമുണ്ട്. ഇത് ഡയറക്റ്റ് പറയണം, പക്ഷെ ഡയറക്റ്റ് പറയുമ്പോൾ എങ്ങനെ പറയും? ആളി അത് കുഴപ്പമില്ലല്ലോ, അതൊക്കെ ടിക് ഫോർ ടാക്ക്. അവൻ മരം മണ്ടൻ, അവന് സ്റ്റാൻഡില്ല. കാരണം ഞാൻ അങ്ങേരെ വെച്ച് മാക്സിമം അരിയാക്കിയിട്ടുണ്ട്. ഇന്നെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കണം ഉണ്ടായിക്കോട്ടെ. പിന്നെ അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസിൽ പോണതിന് മുമ്പ് ലുലുമോള് പോയി ഇതിലും നല്ലത് കൊണ്ടുപോക്കി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. ആ ഇടുന്നതിന്റെ വള്ളി പിടിച്ച് ഞാൻ ഇനി പോവാൻ താല്പര്യമില്ല. സഞ്ജു ടെക്കി ചെയ്തത് പേഴ്സണലി എത്രമാത്രം ശരിയാണ് അല്ലെങ്കിൽ എത്രമാത്രം തെറ്റാണ്? അതിൽ എത്ര മാത്രം ഒന്നുമില്ല, കംപ്ലീറ്റ്ലി റോങ് ആണ്. അത് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അവനോടും പറഞ്ഞിട്ടുണ്ട്. ചെയ്ത കാര്യം കംപ്ലീറ്റ്ലി റോങ് ആണ്, അട്രോഷ്യസ് ആണ്. ആ പരിപാടി ചെയ്യാൻ പാടില്ല. കാരണം അത് പുറത്തുള്ളവർക്കല്ല, അവനാണ് അത് ഭയങ്കര ഹാംഫുൾ. കാരണം വെള്ളം വയറിങ്ങിലൊക്കെ തട്ടി ഷോർട്ടായി കഴിഞ്ഞാൽ വണ്ടി അടക്കം കത്തും, ആളെ ജീവനാ പോണേ. അപ്പൊ ആ പരിപാടി റോങ് ആണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം മീഡിയാസിന്റെ കടന്നാക്രമണം കാണുമ്പോൾ ഇവൻ മാത്രമാണ് തെറ്റ് ചെയ്ത ഒരാൾ എന്നുള്ളത് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം അവൻ മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഫസ്റ്റ് അവരൊരു ചെറിയൊരു ശിക്ഷയായിരുന്നു കൊടുത്തത്, അത് അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പോവായിരുന്നു. പക്ഷെ വീണ്ടും നമ്മുടെ ന്യൂസിന്റെ ഒക്കെ എന്താ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്ത് അതൊരു മാസ് പോലെ കയറ്റി അത് കുറച്ച് ഓവറായി പോയില്ലേ? രാഷ്ട്രീയക്കാർ അതിലും അപ്പുറം ചെയ്യാറില്ലേ? ഇപ്പൊ റോങ് ആയിട്ട് ഒരാൾ ഒരു സാധനം ചെയ്തു, അവരത് മാസാക്കാറില്ലേ? ഇവിടെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ഇപ്പൊ ഒരു പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇലക്ഷന്റെ ടൈം, അവർ ഇതേ നിയമലംഘനങ്ങൾ മാസമായിട്ടല്ലേ വീഡിയോസ് എടുത്തിട്ട് അവർ പോസ്റ്റ് ചെയ്യാറ്? നിയമത്തിനെ വെല്ലുവിളിക്കുകയല്ലേ, മീഡിയനെ വെല്ലുവിളിക്കുകയല്ലേ? അത് പ്രശ്നമുണ്ടോ? അതാരെങ്കിലും പ്രശ്നമാക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഒരു യൂട്യൂബർ ചെയ്തു കഴിഞ്ഞാൽ നേരെ ചെയ്യുന്നത് തെറ്റാണ്, ഇല്ലാന്ന് ഞാൻ പറയും. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഷിയാസ് കരീം ഒരു വട്ടം ഇതേപോലെ വന്നിട്ട് മീഡിയാസിനെ ഒരു അഗ്രസീവ് ഫേസിലിരുന്ന് പറഞ്ഞിട്ടുണ്ട്, ഷിയാസിന്റെ ഇഷ്യൂ വന്നപ്പോൾ. അന്ന് ഞാൻ ഷിയാസിനോടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ സഞ്ജുവിനോടും വിളിച്ചു പറഞ്ഞാൽ മീഡിയനെ പ്രൊവോക്ക് ചെയ്യണ്ട, അതൊരു സൈഡിലൂടെ പോട്ടെ. നീ ചെയ്ത പ്രവൃത്തി തെറ്റെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. മീഡിയാസിനെ പ്രൊവോക്ക് ചെയ്ത് അവർ തിരിച്ചെന്ത് ചെയ്യും? ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ ഇത് കഴിഞ്ഞ് വന്നിട്ട് സോറി ചോദിച്ച് ഇവനൊരു ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സഞ്ജു തിരിച്ചു പോയിട്ട് ആ പ്രശ്നങ്ങൾ സോർട്ട് ചെയ്യും. അവന് കൊടുത്ത ശിക്ഷ അവൻ കംപ്ലീറ്റ് ചെയ്തു. വീണ്ടും 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 ചൊറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് യോജിക്കാൻ പറ്റില്ല. നമ്മൾ MVD അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനെ എന്തെങ്കിലും ചൊറിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അവരൊരു ടൈമിന് മാത്രമാണ് ഇത് എടുക്കാറുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇനി ഒരു മേജർ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഇത് നല്ല സൈഡാവും. അല്ലാതെ അവർ അങ്ങനെ എടുത്തു പിടിച്ച് പോകുന്നു. ഇപ്പോൾ ഈബുൾ ജെറ്റ് ബ്രദേഴ്സ് അന്ന് MVDന്റെ ഇഷ്യൂ ഉണ്ടായതാണ്. ഇപ്പൊ റീസെന്റ് അവർ വണ്ടി ഇടിച്ചു, അത് വിചാരിച്ചിട്ട് ഇവരാരെങ്കിലും പോയി അവർ ചൊറിഞ്ഞു? ഇല്ല. അവിടെ അപ്പോഴും മീഡിയാസ് മാത്രമാണ് കുറച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലാത്ത പക്ഷം ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ആ ടൈമിൽ അവരത് ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെയും കൂടി ഒരു പബ്ലിസിറ്റി. ഞാൻ പറയുന്നത് ഗവൺമെന്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിലും ആളുകളിലേക്ക് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നത് എപ്പോഴാണ്? കുറച്ച് ഫെയിമിൽ നിൽക്കുന്ന, കുറച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ സംഗതി എത്തുന്നത്. അപ്പോൾ അവരും അത് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. ആ സിറ്റുവേഷൻ മാക്സിമം അവർ യൂസ് ചെയ്യും. നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലെ വീഡിയോസ് ഇതുപോലെ കണ്ടിരുന്നു, ഈ ട്രക്കിനകത്തും അതുപോലെ കാറിനകത്തും ഒക്കെ ഇതേപോലെ തന്നെ സെയിം സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്യുന്നത്. ഇപ്പം സഞ്ജു ടെക്കി ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്തതാ സംഭവം. അപ്പം മറ്റാർക്കും ഇതുപോലൊരു പ്രശ്നം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടതുമില്ല. പക്ഷെ സഞ്ജു ടെക്കിയുടെ എന്ന് പറയുമ്പോഴാണെങ്കിൽ എല്ലായിടത്തും ഓൾ ഇന്ത്യ പല പല എല്ലാ സ്റ്റേറ്റ്സിലെയും ചാനൽസിൽ ഈ ഒരു ന്യൂസ് ഇങ്ങനെ വരുന്നത് കണ്ടിരുന്നു. അല്ല, അത് അവര് ടേക്കപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ കേസായെങ്കിൽ അവർ ടേക്കപ്പ് ചെയ്യും. അതിപ്പോൾ അവിടെ ആയിട്ടുണ്ടെങ്കിൽ ഇവിടെയും ടേക്കപ്പ് ചെയ്ത് വരാറുണ്ട് പല കേസുകളും. ചെയ്ത ആക്ട് തെറ്റാണ്. തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ആ തെറ്റിനെ ഒരിക്കലും ആവർത്തിക്കാനും പാടില്ല ആരും. അത് തെറ്റാണ്. ആ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മീഡിയാസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് ചെയ്തു, അയാളതിൽ മാപ്പ് പറഞ്ഞു, അയാളതിനുള്ള എല്ലാ എന്താ പറയുക കൊടുത്ത ശിക്ഷകളും അനുഭവിച്ചു. വീണ്ടും വീണ്ടും ഇന്നലെ പോയിട്ട് ഏതോ സ്കൂളിൽ പോകണം. അവൻ സ്കൂളിൽ പോയാൽ എന്താ? ഒരു യൂട്യൂബർക്ക് സ്കൂളിൽ പോകാൻ പാടില്ലെന്നുണ്ടോ? ഇപ്പൊ എത്രയോ മറ്റേ രാഷ്ട്രീയക്കാര് മത നേതാക്കന്മാരും പല പല കേസുള്ളവര്, ഇപ്പൊ മന്ത്രിമാരായിട്ടിരിക്കുന്നവര് എത്ര പേർക്ക് കേസുണ്ട്? അവർ സ്കൂളുകളിൽ പ്രോഗ്രാമിന് പോകാറില്ല. വിദ്യാഭ്യാസ മന്ത്രി
അങ്ങേര് മറ്റേ ബെഞ്ചിന് മുകളിൽ കൂടി ചാടി പറന്നാ പോയത് ഷാജി പാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങേര് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നിട്ട് ഇതേ കുട്ടികളെ മുന്നിക്കല്ലേ പോണേ. നാളെ ബെഞ്ചിന് മുകളിൽ ഒരു കുട്ടി ചാടി പറന്നിരുന്നിട്ട് എന്റെ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ ആ യൂട്യൂബർ ആയതുകൊണ്ട് അയാളെ കടന്നാക്രമിച്ച് അയാൾ പോകാൻ പാടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ നിങ്ങൾ വെറുതെ ഇരുന്ന് കാശുണ്ടാക്കുന്നു അങ്ങനെ ഒരു ലേബലിംഗ് എപ്പോഴും കേൾക്കാറുണ്ടല്ലോ നമ്മള്. വേറെ വല്ല പണിക്കും പോയിക്കോ, വേറെ വല്ല പണിക്കും പോയിക്കൂടി, ഇതൊരു പണിയായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോ ആ ഒരു രീതി കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാണുക, അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ, ഒരുപാട് പ്രാവശ്യം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സങ്കടം മനസ്സിൽ കാണും. പലർക്കും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് ഇത് വളരെ ഈസി ആണല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും കാരണം അത് വളരെ ഈസി ജോബാണ്, ഭയങ്കര സുഖമല്ലേ എന്ന് പറയും. ഒരു പ്രാവശ്യം വന്നിരുന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് കിട്ടുക ചിലപ്പോൾ ഇന്ന് രാവിലെ 10 മണിക്കാവും, 11 മണിക്ക് 10:30 എനിക്ക് അതിൻ്റെ വീഡിയോ ചെയ്യണം. അപ്പോൾ ഈ ടോപ്പിക്കിൽ ഞാൻ ഈ അരമണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇത് 2 ഭാഗവും ഞാൻ പറയണം, 2 പെർസ്പെക്റ്റീവ് പ്രസൻറ്റ് ചെയ്യണം. ഒന്ന് മാത്രം വെച്ചിട്ട് പോയാൽ നാളെ ഇതേ കേസ് ചിലപ്പോൾ തിരിഞ്ഞ് വേറെ രീതിക്ക് പോകാം. അപ്പം ഇതൊക്കെ തിങ്ക് ചെയ്ത് നമ്മളൊരു തോട്ട് പ്രോസസ്സിൽ എത്തിയിട്ട് വേണം ഒരു വീഡിയോ അപ്പ് ചെയ്യാൻ. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസേ പറയാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാവും ചിലപ്പോൾ ഒരു വീഡിയോ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ അപ്പ് ചെയ്യുമ്പോൾ ഇവർ വിചാരം കാറിലിരുന്നു ഓണാക്കി മണ പറഞ്ഞു തീർന്നു. എഡിറ്റിംഗ് പോർഷൻ മറ്റേ പോർഷനൊക്കെ വിട്, അതൊന്നും വേണ്ട. സംസാരിക്കണം, കാര്യം പറയണം, ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം, ഓക്കെ ആവണം. ഈ സാധനം പിന്നെ നാളെ വന്ന് മാറ്റി പറയാനോ തിരുത്തി പറയാനോ അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു മാപ്പപേക്ഷയോ വരാത്ത രീതിയിൽ വേണം ഇത് പ്രസന്റ് ചെയ്യാൻ. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് അത്ര ഈസി ടാസ്ക് അല്ല. കാണുന്നവർക്ക് അത് കാണാൻ ടാസ്ക്കാണ്, ചെയ്യുമ്പോൾ അത്യാവശ്യം പ്രശ്നമുള്ള പണിയാണ്. ഓക്കെ, അതും വിടാം നമുക്ക്. 30 സെക്കൻഡ് 15 സെക്കൻഡ് റീല് ലിപ്സിങ്ങിന് വരെ എന്ത് പറയാറുണ്ട്, കളിയാക്കലുകൾ വരാറുണ്ട്. പക്ഷെ ഓൾറെഡി ലാലേട്ടനും മമ്മൂക്കിയും മഞ്ജു ചേച്ചിയൊക്കെ ചെയ്തു വെച്ചൊരു സാധനം, അതിൽ എത്ര എഡിറ്റ്, എത്ര ടേക്ക്, എത്ര കട്ട്, എന്തൊക്കെ പോയി കാണും അതിനകത്ത്. പിന്നെ അവരുടെ സ്കില്ല്, അവരെത്രത്തോളം സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളാണ്. ഇതൊരു 30-15 സെക്കൻഡിലൂടെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ചെയ്തിട്ട് അത് മില്യൺ ആളുകളിലേക്ക് എത്തി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതവരെ ടാലന്റ് ആവണ്ടേ. അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ ഇതൊന്നും ഒരു പണിയല്ല, ഇത് ഭയങ്കര ഈസി. എന്നാ പിന്നെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങളൊക്കെ ഫോണില്ലേ, ഡാറ്റ ജിയോ അൺലിമിറ്റഡ് തരുന്നില്ലേ, ചെയ്തോ, ആർക്ക് വേണേ. യൂട്യൂബ് ഇവിടെ ഇത്ര ആളുകൾക്ക് പൈസ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊടുക്കും. ഞാൻ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും, ഇപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിലും വേറെ ഏത് പ്രൊഫഷണലുള്ള ഒരാളാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ അയാൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അയാളൊരു ഇൻഫ്ലുവൻസറാണ്, അയാളൊരു ക്രിയേറ്ററാണ്. അവർക്കും അതിന് വരുമാനം ഉണ്ടാക്കാം, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അവരുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കാം. ഇത് എല്ലാവർക്കും ഉള്ള സ്പേസാണ്. അപ്പോൾ ഇതൊരു ജോബ് അല്ല എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല. കാരണം ഫോറിൻ കറൻസിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്, എന്നിട്ട് അത് ഇവിടെ ചിലവാക്കുന്നത്. അപ്പോൾ അത് എത്ര പേർക്ക് പോസിബിൾ ആണ്? ഇപ്പോൾ ഈ യൂട്യൂബേഴ്സൊക്കെ പണി നിർത്തി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും ഫോറിൻ കറൻസി വരുന്നില്ല ഇവിടെ. അപ്പോൾ അത് നമ്മുടെ നാടിനല്ലേ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈലിൽ അയാൾ ഒരു കാറ് വാങ്ങുന്നു, വീട് വെക്കുന്നു. ഇത് അമേരിക്കയിൽ നിന്ന് മറ്റേ ഇവിടുന്ന് പൈസ എടുത്ത് കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടുപോയി ചിലവാക്കുന്നത് ദുബായിലല്ലല്ലോ, കേരളത്തിൽ തന്നെയല്ലേ. ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫണ്ട് വരുന്നുണ്ട്, അതൊക്കെ ഇവിടെ തന്നെ ചെലവാക്കുന്നത്. ആരും പുറത്തൊന്നും പോയി സെറ്റിൽ ആവുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്താൻ ഇപ്പോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ സീക്രട്ട് ഏജന്റ് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നൊരു അഖിൽ മാരാറുടെ ഒരു പ്രസ്താവനയുണ്ട്. സായി കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണെന്ന്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ആ ചാനലിലെ തമ്മിൽ അത് വെക്കില്ലായിരുന്നു. 33 മിനിറ്റും 44 സെക്കൻഡും ഉള്ള ഒരു വീഡിയോയില് 3-4 മിനിറ്റ് മാത്രമേ ഇതിന്റെ പോർഷനുള്ളൂ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാഗ്, ആ ഒരു ടൈറ്റിൽ, ഇതൊക്കെ അവരെന്തിനു വെച്ചു? അതൊരു ചോദ്യമാണ്. ഈ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അഖിൽ പോയിരുന്ന ഇന്റർവ്യൂല് പൃഥ്വിരാജിനെ കുറിച്ചും കുറെ ആൾക്കാരെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആ ഇന്റർവ്യൂല് എന്തിനാ എന്നെ കുറിച്ച് ചോദിച്ചേ? മനസ്സിലായോ? അപ്പൊ അങ്ങേര് പോയിരുന്നൊരു ഇന്റർവ്യൂല് ആ വ്യക്തിയോട് ചോദിക്കുന്നത് സീക്രട്ട് ഏജന്റിനെ കുറിച്ചിട്ടാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യം അവിടെ വരില്ല. പിന്നെന്ന് പറഞ്ഞാൽ അഖിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ അഖിൽ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നോട് എടാ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു എന്ന്. അത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും കാണുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഹെൽത്തി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? പിന്നല്ലേ, ഈ ഇന്റർവ്യൂ വരുന്നതിന്റെ തലേ ദിവസം എന്നോട് പറയണ്ടേ ആളിയാ ഒരു ഇന്റർവ്യൂ വരാനുണ്ട്. അപ്പൊ പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളെ പേഴ്സണലി അറിയുന്ന ഒരാളെ ചെന്നിട്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളാണെന്നൊക്കെ ഞാനിപ്പോ തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ക്യാമറ ഓണാക്കി പല കണ്ടന്റിലും സംസാരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചില വാക്കുകളും
ചില ബോഡി ലാംഗ്വേജ് ഒക്കെ അഡാപ്റ്റ് ചെയ്യാറുണ്ട്. അത് ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ആളുകളിലേക്ക് ഒക്കെ അവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതേ പറയുന്ന വ്യക്തികൾ പേഴ്സണൽ ലൈഫിൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനത് തുറന്ന് കാണിച്ചു. കാരണം എനിക്ക് ആ ഡിഫറൻസ് ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളത് എൻ്റെ വാശിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ സംസാരിക്കും, ഈ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തായി, ഞാൻ വളരെ നോർമൽ അനൂർ ഞാൻ പറ ഈ രീതിയായിരിക്കും. അപ്പോൾ ഈ സംഗതി ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പലരും ക്യാമറ ഓൺ ആക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ ആറ്റിറ്റ്യൂഡ് പോട്ടെ, എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഇടും. ആ ഇടുന്നതിന്റെ വള്ളി പിടിച്ച് ഞാൻ ഇനി പോവാൻ താല്പര്യമില്ല എനിക്ക്. കാരണം എനിക്ക് പേഴ്സണലി അങ്ങേരോട് ഒന്നുമില്ല. അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി എന്നോടും വളരെ ഓക്കെയാണ്, ഞാനും അഖിലിനോട് വളരെ ഓക്കെയാണ്. പിന്നെ എന്തിനാ ആളിങ്ങനെ ഒരു ഇത് ഇടുന്നത്, നമ്മളിങ്ങനെ ചൊറിയുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ടല്ലോ. മേ ബി അതെന്താ അറിയോ, ഇവർക്കൊക്കെ ഒരു ക്രൗഡ് ഉണ്ടാവും, സർട്ടൻ ക്രൗഡ്. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, അഖിലിനെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചിട്ട് പറയണം, അവൻ മരമണ്ടൻ, അവന് സ്റ്റാൻഡില്ല, അവന് ഇന്ന രാഷ്ട്രീയം പറയും, ഇപ്പുറത്ത് വേറെ രാഷ്ട്രീയം പറയും. അപ്പം അവനാണോ സ്റ്റാൻഡ്, ഇവനാണോ ഇന്നെ പറഞ്ഞെന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ചാൽ അത് ഇൻഡയറക്ട്ലി ചോദിച്ചതാണോ? അല്ലല്ല, ഇത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം. അതായത് ഞങ്ങൾ ആ ഒരു സീൻ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ പറഞ്ഞുള്ള കാര്യം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഇതെടുത്തു കൊണ്ടുപോയിട്ട് ഈ എന്നെ ഇഷ്ടപ്പെടുന്നവർ, മാരാരെ വെറുക്കുന്നവർ, സീക്രട്ട് ഏജന്റ് മാരാരെ ഇങ്ങനെ പറഞ്ഞു, ഇത് അവരെടുത്തു കൊണ്ടുപോകും. അപ്പം മാരാര് വന്ന് പറയുമ്പോൾ മേ ബി ആ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എന്തെങ്കിലും, അത് അങ്ങനെയും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ മാരോട് സംസാരിച്ചപ്പോൾ ഇത്രേ ഉള്ളൂ, എടാ അന്ന് വന്നിറങ്ങിയപ്പോൾ നീ എയർപോർട്ടിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു, അന്ന് നമ്മൾ സംസാരിച്ചിട്ടില്ല, ഇപ്പം നമ്മൾ സംസാരിച്ചു, സംഗതി തീർന്നു. ഇത് ഞാൻ കുറേ മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ആണ്, അത് വരും എന്ന് എന്നോട് പറഞ്ഞു വെച്ചിരുന്നു. അപ്പം ഞാൻ ഓക്കെയാണത് വന്നപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. പല കാര്യങ്ങളും ഇവിടെ അങ്ങനെയാണ്, അത് ഈ വ്യൂവേഴ്സിന് മനസ്സിലാവുന്നില്ല. പലരും വീഡിയോസിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മെസ്സേജ് അയക്കും, അളിയ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോക്കണേ. ഞാൻ പറയും ഓക്കെ ഫൈൻ, പറഞ്ഞു, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അത് പലരും അങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കുറേ പേര് അതേപോലെ എനിക്ക് അയച്ചിട്ടുണ്ട്, അളിയ ഞാൻ പറഞ്ഞിട്ടുണ്ടാ. അപ്പം ഞാൻ ബേസിക്കലി നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സായി കൃഷ്ണൻ സീക്രട്ട് ഏജന്റ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പോയി വരുമ്പോൾ ഒരുപാട് ട്രോളുകൾ വരുന്നു, ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നു. സോ ആർക്കാണെങ്കിലും, ഈവൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള സോഷ്യൽ മീഡിയയിലുള്ളവർക്കാണെങ്കിലും ക്യാഷ് ഇൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതായത് ചാഞ്ഞ് കിടക്കുന്ന മരം ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഓടി കയറാൻ സുഖമാണ്. ഓക്കെ, അപ്പം ആ ടൈമിൽ മാക്സിമം ഓടി കയറാന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതിനോട് ഞാൻ ഓക്കെയാണ്, എനിക്കതൊരു വിഷയമല്ല. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ കുറെ കാലമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഇത് കാണുന്നൊരു വ്യക്തിയാണ്. അപ്പം ഞാനെന്താ നോക്കുന്നത്, ഇവര് ഓടി കയറുന്തോറും കയറുന്ന മരത്തിന് മുകളിൽ കൂടെയല്ലേ, മരത്തിന് ലാഭമുണ്ടല്ലോ. കാരണം ഞാൻ നോക്കുമ്പോൾ ട്രോളാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് നമ്മളെ ഫേസ് അവിടെ രജിസ്റ്റേർഡ് ആണ്, പേര് രജിസ്റ്റേർഡ്, നമ്മൾ നിലനിൽക്കുന്നുണ്ട്, നമ്മൾ പോണില്ല. സോ അത് കൂടാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമുക്ക് പേഴ്സണലി നമുക്ക് രണ്ടാൾക്കും അറിയാം, നമ്മൾ അറിയാതിരുന്നിട്ട് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എന്നെ കുറിച്ച് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ, എന്നെ അറിയാത്ത ഒരാളാണ്, പക്ഷെ നമ്മൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള സമയത്ത് എന്നെ കുറിച്ച് ഇപ്പോൾ ഒരു മോശമായിട്ടൊരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വിഷമമാവും. അപ്പൊ അങ്ങനെ അഖിൽമാരായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള നിലയ്ക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതൊരു ഹേർട്ട് ആവില്ലേ? ഇല്ല, എനിക്കങ്ങനെ തോന്നലില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം സോഷ്യൽ മീഡിയയിൽ വാട്ട് ടു ഡെലിവർ വാട്ട് നോട്ട് ടു ഡെലിവർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. അത് അഖിൽമാരാർന്നല്ല, ഏതൊരു വ്യക്തിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ടൈമിൽ ചിലപ്പോൾ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇവൻ്റെ ഫാൻസോ അല്ലെങ്കിൽ ഇവനെ ഇഷ്ടപ്പെടുന്നവരോ കയറി ചൊറിയുമല്ലോ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ 95% പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് ബോക്സ് ഉള്ള ടൈമിൽ എത്ര പേര് എനിക്കെതിരെ പറയാൻ വന്നിട്ടുണ്ട്? വളരെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ ഒരു 95% എനിക്ക് എതിരാണ് കമൻറ്റ് ബോക്സ് എന്ന് കാണുമ്പോൾ പറയാനുള്ള ആളുകളുടെ എണ്ണം കൂടും. ഞാനത് അത്രേ കാണുന്നുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സാധനം സോഷ്യൽ മീഡിയ. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ വേറെ രീതിയിൽ ഓരോ ദിവസം ഓരോ ടോപ്പിക് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ സഞ്ജു ടെക്കി ആണെങ്കിലും അഖിൽ മാരാറാണെങ്കിലും നിങ്ങളൊക്കെ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പൊ പല ആളുകളും വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ബിഗ് ബോസിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ മീറ്റപ്പ് സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യമാണ് സജന ഫിറോസ്. അപ്പൊ അവര് ശരിക്കും ഡിവോഴ്സ്ഡ് അല്ലേ? ഞാൻ സത്യം പറഞ്ഞ ആ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല, അവരുടെ പേഴ്സണൽ ലൈഫല്ല. പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, ഇതെന്താ ഇത്? എന്നിട്ട് ആ വീഡിയോയിൽ അത് കംപ്ലീറ്റ് എന്നിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്, സൈച്ചേട്ടൻ പറയുന്നുണ്ട് ഇത് കണ്ടോ എക്സ്ക്ലൂസീവ് ആണെന്ന്. ചുമ്മാ ഞാൻ ആ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, അയ്യോ നിങ്ങൾ എല്ലാവരും കൂടി കണ്ടു കഴിഞ്ഞാൽ തീർന്നു ഈ വീഡിയോ. അപ്പൊ അവര് പറഞ്ഞു എന്നാ നീ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അവരോട് പേഴ്സണലി അത് ചോദിക്കാൻ പോയിട്ടില്ല, അത് വളരെ മോശമായിട്ടുള്ള കാര്യമില്ല.
അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവരുടെ ഇഷ്ടമാണ്. പിന്നെ അവരെന്തോ പബ്ലിക്കിൽ അവർ പറയാതെ ഇരുന്നിട്ടില്ല, പറയുന്നവരാണ്. സജിനയാണെങ്കിലും ഫിറോസ് ആണെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന രണ്ട് വ്യക്തികളാണ്. സോ അവർക്ക് തന്നെ പബ്ലിക്കിൽ വന്നിട്ട് അത് പറയാനറിയാം. അപ്പോൾ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഞാൻ ചോദിക്കാൻ പോകാറില്ല. എനിക്കങ്ങനെ പേഴ്സണൽ ലൈഫിലേക്ക് ആ ചോദ്യമായിട്ട് ചെല്ലുന്നത്. പക്ഷെ നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് അവർ രണ്ടാളും പിരിഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ന്യൂസ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഏത് ന്യൂസും വരാം. അല്ല, അവര് തന്നെ ഇന്റർവ്യൂല് വന്നിരുന്നു അതാ ഞാൻ പറയാം, അവര് രണ്ടുപേരും പറഞ്ഞു വെച്ചതാണ് അത്. അതിനപ്പുറം വേറൊരു മീനിങ്, അതിന് വേറെ തലങ്ങളിലേക്ക് ചിന്തിക്കുന്നത് ഒരാളുടെ പെർസ്പെക്റ്റീവാണ്. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യൂവർ അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു തോട്ടുണ്ട്, അതായിരിക്കില്ല ബാക്കി 100 പേർക്ക് തോന്നുന്നത്. സോ എവറി ഇൻഡിവിജ്വൽ അത് ഡിഫറെൻ്റ് ആണ്, ആ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. ആ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ട് നമ്മൾ അവിടെ മീറ്റർ സ്കെയിലിൽ അളക്കാൻ പോയിട്ട് കാര്യമില്ല. നമുക്ക് ആ പെർസ്പെക്റ്റീവ് പ്രസന്റ് ചെയ്യാം, അത് ഡൗട്ട്ഫുൾ ആയിട്ടേ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനാണെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ കേസിൽ. പക്ഷെ അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് ഡൗട്ട്ഫുൾ ആയിട്ടേ പറയാൻ പറ്റും, ഇതിങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർ പറയണം, സജിനയോ ഫിറോസോ സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ടില്ല, അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് പേഴ്സണലി ചോദിക്കാൻ തോന്നിയിട്ടില്ല. വീഡിയോയിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എക്സ്ക്ലൂസീവ് ആണെന്നൊക്കെ വന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ആർക്കായാലും ഒരു കൺഫ്യൂഷൻ വരും, നമ്മൾ ആ ഒരു വ്ലോഗിൽ അത് കണ്ടിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ബെറ്റർ, അത് നിങ്ങൾക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരങ്ങനെ പറഞ്ഞല്ലോ, അവരുടെ ഇന്റർവ്യൂ എടുക്കാം. അതുപോലെ തന്നെ ഇപ്പം ഡോക്ടർ റോബിന്റെയും ഒരു ഇത് കണ്ടു, സായി കൃഷ്ണ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാറില്ല എന്ന്. അതെന്തായിരിക്കും, അതൊരു ഇൻസൾട്ടഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, വിളിച്ചാലല്ലേ എടുക്കേണ്ട ആവശ്യമുള്ളൂ, വിളിക്കാതെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആകെ കുറച്ച് വട്ടേ വിളിച്ചിട്ടുള്ളൂ, ആ വിളിച്ച സമയത്തൊക്കെ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു വ്യക്തിയിലെ ക്രൗഡ്, അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിക്കെതിരെ ഒരു സംഗതി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ എതിരെ പോകുന്നതിന്റെ കൂട്ടത്തിൽ അന്ന പോണ പോക്കിന് ഞാനൊരു ഞാൻ പറഞ്ഞ ചാഞ്ഞ മരത്തിൽ ഓടി കയറുക എന്നുള്ളൊരു കോൺസെപ്റ്റ് പൊതുവേ ഉണ്ട്. പിന്നെ അതിലൂടെ കുറച്ച് ട്രാക്ഷൻ. അപ്പൊ റോബിൻ ഇപ്പൊ പറഞ്ഞതുപോലെ, റോബിൻ പറയുന്നത് കേട്ടാ തോന്നും സ്ഥിരമായിട്ട് സായി ഇങ്ങനെ റോബിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്, റോബിൻ എടുക്കാറില്ല. അത് ആക്ച്വലി എന്താ അറിയോ, ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് സീക്രട്ട് ഏജന്റ് എന്നുള്ള ഫേസിലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഐ ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്കൊരു സിമ്പതി തോന്നാനുള്ള ഒരു കാരണമുണ്ട്. സിമ്പതിയാണത്, കാരണം അയാൾ കുറേ അനുഭവിച്ചിപ്പോൾ ഈ അടുത്ത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ച അങ്ങേര്. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും അതിലൊരു പാട്ടായിരുന്നു. അതായത് ഇയാൾ ഓർക്കുന്നു, അലയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വീഡിയോ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും സാധനം ഇട്ടിട്ടുണ്ട്. ഇതെവിടെയോ ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ട്, ഈ മനുഷ്യന് ഇത് ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ഇപ്പം അടുത്തും ഇയാൾ പറയുന്നത് കണ്ടു, എന്നെ ഇതിനു മുമ്പ് ഇതേപോലെ സായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് പറയണം, പക്ഷെ ഡയറക്റ്റ് പറയുമ്പോൾ എങ്ങനെ പറയും, അത് കുഴപ്പമില്ലല്ലോ, അതൊക്കെ ടിക് ഫോർ ടാക്ക് ഈ സാധനം പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ ഇതിനകത്ത് മനസ്സിനകത്ത് ഈ സാധനം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. നമ്മളൊരു വട്ടം ഞാൻ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ഇയാൾക്ക് ഇട്ടൊരു വഴിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങേക്ക് എവിടെയെങ്കിലും ഒന്ന് കയറാൻ പറ്റിയ ടൈമാണ്. ഒന്ന് കയറിക്കോട്ട്. അല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് പറയുന്നതിലൊന്നും ഒരു ഇതുമില്ല. അപ്പം ഞാൻ എന്നോട് ഓക്കെ അത് പറഞ്ഞു, റോബിൻ അത് പറഞ്ഞു, ഐ ഡോണ്ട് കെയർ. എനിക്കത് വിഷയമുള്ള കേസേ അല്ല. കാരണം ഞാൻ അങ്ങേരെ വെച്ച് മാക്സിമം അരിയാക്കിയിട്ടുണ്ട്. ഇന്നെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പിന്നെ അതിനും ഡബിൾ അരി ഉണ്ടാക്കേണ്ട ഒരു മൈൻഡ് സെറ്റിലല്ല ഞാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം ഞാനത് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ പിന്നെ ഞാൻ ബിഗ് ബോസ് പോയതിനൊരു അർത്ഥമില്ല. അപ്പം ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ദർ ഷുഡ് ബി എ ലിമിറ്റ്. ഒരു ലിമിറ്റ് വേണം നമുക്ക്. നമ്മൾ ആ ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ അത് പലരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ബാധിക്കും ആ രീതിയിൽ. അപ്പം ഞാൻ അതിലേക്കില്ല, ഇല്ലാത്തത് കൊണ്ട് ആരെന്താ വെച്ചെങ്കിൽ പറഞ്ഞോട്ടെ, ഐ ഡോണ്ട് കെയർ. അയാൾ അങ്ങനെ പറയുന്നത് ഞാൻ ഫോൺ വിളിച്ചു എടുക്കണ്ട, ഐ ഡോണ്ട് കെയർ. ഇപ്പം അഖിൽമാരാണെങ്കിലും ഡോക്ടർ റോബിൻ ആണെങ്കിലും ഇവരൊക്കെ പറയുന്ന ഒരു സിംഗിൾ പോയിന്റ് ഉണ്ട്, ഇവിടെ നിന്ന് പുറത്തു നിന്ന് കളി പറയാൻ എല്ലാവർക്കും പറ്റും, എന്നാൽ അകത്ത് പോയി കളിച്ച് കാണിക്കാനാണ് ബുദ്ധിമുട്ടെന്ന്. അപ്പോൾ പിന്നെ കുറേ പേര് ഇതുപോലെ പറയുന്നുണ്ട്, ഒരാളുടെ അവസരം വേസ്റ്റ് ആക്കിയ പോലെ, അതായത് വേറൊരാൾക്ക് പോയിട്ട് അത് ചെയ്യായിരുന്നു. ഇപ്പം മണി ബാഗ് എടുത്തിട്ടാണെങ്കിലും ആ എമൗണ്ട് കൂട്ടാമായിരുന്നു, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയാനുള്ളത്? അവർ പോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, അഖിൽ മാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ലുലുമോള് പോയി ഇതിലും നല്ലത് കൊണ്ടുപോക്കി കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. ആ ആള് വിന്നറായിട്ട് തിരിച്ചു വന്നു, അയാൾ അത് എക്സ്പീരിയൻസ് ചെയ്തു, അയാൾ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് നല്ലതാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പം അഖിൽ മാരാരെ പോലെ തന്നെ ഞാൻ ആവണമെന്നില്ല.
ഇല്ലല്ലോ. അപ്പം ഞാനും പുറത്തിരുന്ന് കണ്ട സമയത്ത് അവിടെ ലുലു മോളിൽ മുണ്ടുപൊക്കലാണെങ്കിൽ ഞാനിവിടെ റിവ്യൂ ആണ് ചെയ്തിരുന്നത്. അതെ. സോ രണ്ടും ഞാൻ നോക്കുമ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരേ പരിപാടിയാണ്. ഇതേ ഷോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോയി വിന്നറായി, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മണി ബാഗ് എടുത്ത് ഇറങ്ങി പോകുന്നു. റോബിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റോബിനാണെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞു റോബിനാണ് എനിക്ക് ഇതിലേക്കൊരു റെഫറൻസ്, ഒരു വീഡിയോ റെഫറൻസ് അടക്കം അയച്ചു തന്നിട്ട് സായി ഇത് ഇങ്ങനെയാണ്, ഈ വീഡിയോ ഇങ്ങനെ റെഫറൻസ് വെക്കണം, ഇന്നതാണ് കാര്യങ്ങൾ, ഇന്ന വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യണം. ഇതിനോട് ഫസ്റ്റ് ഒരു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് തോട്ട് വന്നപ്പോൾ ഞങ്ങൾ കുറേ അധികം അന്ന് സംസാരിച്ചിരുന്നു. ആ ടൈമിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം മീഡിയയിൽ. ഈ റോബിന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതായത് ഒരു വീഡിയോ ലൈക്ക് ഞാൻ എന്താ എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണമല്ലോ, ഒരു CV പോലത്തെ ഒരു സാധനം അതെനിക്ക് അയച്ചു തന്നു. എനിക്കൊരു റെഫറൻസ് നമ്പർ തന്നു. പിന്നെ അതാണ് എനിക്ക് ഫസ്റ്റ് ഒരാൾ തരുന്നത്, നമുക്കൊരാൾ റെഫറൻസ് തരുന്നത് ആ ഒരു സാധനമാണ്. അപ്പം അത് റോബിനാണ് തന്നത്. അപ്പം റോബിൻ എനിക്ക് തരാൻ കാരണം റോബിനും ആ ഒരു സ്ട്രഗിൾ അറിയാം. അതായത് ഇതിലേക്ക് എങ്ങനെ പോകണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളൊരു സ്ട്രഗിൾ റോബിന് കൃത്യമായിട്ട് അറിയാം. അപ്പം റോബിനും സ്ട്രഗിൾ ചെയ്ത് പോയ ഒരാളാണ്. അപ്പം ഞാനാണെങ്കിലും ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ഒന്നും ഇതിൽ ഇന്നവർ വിളിച്ചിട്ട് കയറിപ്പോയി എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും ഈ കുറഞ്ഞ നല്ല സ്ട്രഗിളിങ് ഫേസിലൂടെ ഞാനും പോയിട്ടുണ്ട്. പക്ഷേ ടുവേർഡ്സ് എന്നെ എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ സ്ട്രഗിളിങ് ഫേസ് റോബിനറിയാം. ഈ പുറത്തിരുന്നുള്ള കയ്യടി സംഗതി അല്ലെങ്കിൽ പുറത്തിരുന്നുള്ള ഗാലറിയിൽ നിന്ന പരിപാടി ആർക്കറിയാം? അഖിൽമാരാർക്കറിയാം. 3 പേരും ബിഗ് ബോസിൽ പോയി. 3 പേരും പോയി. ഒരാൾ വിന്നറായി, ഒരാളെ 2 വട്ടം എവിക്റ്റ് ചെയ്തു, 2 വട്ടം പുറത്താക്കി. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നു. ഞാൻ എവിക്റ്റഡും അല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്നു. 3 പേർക്കും ഒരേപോലുള്ള ക്രൗഡ് പുള്ളിങ് കിട്ടണം, ഒരേപോലുള്ള കണ്ടന്റ് 3 പേരും കൊടുക്കാൻ പറ്റുമോ? 3 ഇൻഡിവിജ്വൽസാണ് പോയത്, 3 ക്യാരക്ടേഴ്സാണ് പോയത്. ഓക്കെ, ഞാൻ നോക്കുന്ന ടൈമിൽ ഞാൻ വളരെ റിയൽ ആയിട്ട് നിന്നത് അതിനകത്ത്. എനിക്ക് സ്നേഹം വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി റൗണ്ട്. കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പുറത്ത് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. എനിക്കിങ്ങനെ എന്താ പറയുക, ഫ്രാക്ഷനിൽ മനസ്സിലാവും. ഓരോ ഫാമിലി വരുമ്പോഴും പുറത്ത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മൈൻഡിൽ മനസ്സിലായിട്ടുണ്ട്. ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ വരുന്ന സമയത്തും എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് മനസ്സിലായി. കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ക്ലാപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് കുറയും. നമ്മളെ സ്ക്രീൻ സ്പേസ് സാറ്റർഡേയോ സൺഡേയോ കുറവായിരിക്കും. ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. ഇനി വല്ല ഗെയിമിൽ ഇൻവോൾവ്മെന്റ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് ഡ്യൂറേഷൻ കൂടുതൽ വേണ്ട ആളുകളുടെ ഗെയിംസ് അവർ കൂടുതൽ ടൈമിന് വേണ്ടിയിട്ട് ആദ്യം വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്യും ചില ടൈമിൽ. അപ്പം അങ്ങനത്തെ അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ കൂടുതൽ ഒരു ടോപ്പിക് എടുത്തിടും. ഒരാഴ്ച ഉണ്ടായ ഒരു ടോപ്പിക്ക് ചുമ്മാ എടുത്തിടും. ആ ടോപ്പിക്കിൽ എവിടെയും നമ്മളെ കൂട്ടില്ല. അങ്ങനത്തെ എനിക്ക് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ ഇങ്ങനെ. പിന്നെ എനിക്കൊരു സെർട്ടൻ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതിൻ്റെ വേറൊരു ഗ്രാഫാണ് പോകുന്നത്. അതായത് സായി കൃഷ്ണൻ, ഈ കണ്ണൻ, സീക്രട്ട് ഏജന്റ് എന്നുള്ളത് അങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഒരു ഫേസിലൂടെ പോകുന്നു. അതെനിക്ക് ഒരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി വന്നതിന് ശേഷമൊക്കെയാണ് പിന്നെ എനിക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം പുതിയൊരു ട്രാക്ക് ഇത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്തിരുന്നത്. ഞാൻ വിളിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ സാധനങ്ങൾ അവർക്ക് പുറത്ത് വിടാൻ പറ്റില്ല. എങ്ങനെ വിടാൻ പറ്റും? ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നത് പുറത്ത് വിടാൻ പറ്റില്ലല്ലോ. ഡെഫിനറ്റ്ലി അവർ തിങ്ക് ചെയ്യും. ഞാൻ അങ്ങനെ അതിനകത്ത് വിളിച്ചു പറഞ്ഞിരുന്നത്. അത് ലൈവ് ആണെന്നുണ്ടെങ്കിലും സെർട്ടൈൻ ഡെഫിനറ്റ്ലി അതൊന്നും കാണിക്കാൻ പറ്റുന്ന കേസുകളല്ല. കാരണം ഞാൻ പല കാര്യങ്ങളും അവിടെ ഇങ്ങനെ ഇരുന്ന് വിളിച്ച് പറയാറുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ബിഗ് ബോസ് കണ്ട പരിചയമായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ തിങ്ക് ചെയ്തത് അവിടെ ബാക്കിയുള്ളവർ എങ്ങനെ ഗെയിം കളിക്കണമെന്നല്ല, ഇവരെന്ത് ഗെയിം തരും, ബിഗ് ബോസിന്റെ ടീം എന്താവും ഇപ്പൊ ചിന്തിക്കുന്നത്. ഞാൻ ഡെഫിനറ്റ്ലി ഈ സാധനമാണ് ഞാൻ അവിടെ കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം സ്നേഹയും കൂടി വന്നു പോയിട്ട് സ്നേഹ വന്ന് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ കാര്യം എന്താണ് എങ്ങനെയാന്നുള്ളത്. പലരുടെയും പാരൻസ് എനിക്ക് കറക്റ്റ് അത് ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഏകദേശം അറിയാം കാര്യങ്ങൾ. പക്ഷെ എന്നിട്ടും ഇവൻ വേണ്ട, സാബുചേട്ടൻ ഹോട്ടൽ ടാസ്കിന് വന്നപ്പോഴും വളരെ കൃത്യമായിട്ട് എന്നോട് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സാധനം എപ്പോൾ ഓണാക്കും, ഇപ്പൊ ഒന്ന് ഓണാക്കി കാണിച്ചതാ. അന്ന് ഞാൻ അവിടെ തന്നെ പുറത്തു പോയിട്ട് അഭിഷേകിന്റെ ഒപ്പം നിന്ന് പറഞ്ഞിട്ടുണ്ട്, സാബു ചേട്ടനല്ല ആരും വന്നിട്ടും കാര്യമില്ല, സീക്രട്ട് ഏജന്റിനെ ഓണാക്കില്ല, സായിയായിട്ട് നിന്നാൽ മതി. ഞാൻ അങ്ങനെ, കാരണം സായിയായിട്ട് നിന്നതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് നാട്ടുകാരും എൻ്റെ വീട്ടുകാരും മുന്നിൽ സായിയായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരെ മറിച്ച് അവിടെ പോയിട്ട് ഓ എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഞാൻ പൂച്ചക്കുട്ടിയായ നാട്ടുകാരെന്ത് ചെയ്യും?
അതെ, അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. പിന്നെ ഇവിടെ പലരുടെയും പ്രശ്നം അതല്ലേ, പലരും രാജാവായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തലകുത്തി മറിയാണ്, പലരും ഇതേ ആറ്റിറ്റ്യൂഡ് നിൽക്കാൻ വേണ്ടി ഇവിടെ തലകുത്തി മറിയാണ്. എല്ലാവർക്കും ആ സാധനം കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതേ പറയുന്ന പൊതുജനം എന്ത് ചെയ്യും? ഇവനാണോ രാജാവ്, ഇവനായിരുന്നോ? ഇതിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുന്നേ ചോദ്യം വരും. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയാണ്. എനിക്ക് വേണ്ടത് എൻ്റെ നോർമൽ സാധനമാണ്, അതെനിക്ക് തിരിച്ചു കിട്ടി, ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ബിഗ് ബോസിൽ അത്യാവശ്യം കുറച്ച് നെഗറ്റീവ് വന്നവരാണെങ്കിലും ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. പക്ഷേ ഈ ഭയങ്കര പോസിറ്റീവായിട്ട് ഈ രാജാവായിട്ട് വെക്കുന്നവരെ അടുത്ത സീസൺ വരുമ്പോഴത്തേക്ക് ഈ ഓഡിയൻസ് എടുത്തിട്ട് അലക്കുന്നത് നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട്. അത് ഏതൊരു സീസൺ ആണെങ്കിലും. ഇപ്പം ഡോക്ടർ രജിത് കുമാർ നെക്സ്റ്റ് സീസൺ വരുമ്പോഴത്തേക്ക് ആ ആളെ നമ്മൾ പോളിംഗ് വരുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ആദ്യമൊക്കെ ഇപ്പം ഏത് സീസൺ ആണോ ഇപ്പം ഈ തവണ ഇട്ടിട്ടുണ്ടായിരുന്നു അഖിൽ മാരാർ, ഡോക്ടർ രജിത് കുമാർ, ഡോക്ടർ റോബിൻ, ജിൻഡോ. അപ്പോൾ പോള് 90% ജിൻഡോയ്ക്ക്. ഇനി നെക്സ്റ്റ് സീസൺ വരുമ്പോൾ ഈ ജിൻഡോയ്ക്ക് അത് 0 ആവും അടുത്ത. അപ്പോൾ ഓരോ സീസൺ വരുമ്പോഴും ഈ രാജാവായിട്ട് വെക്കുന്നവർ നേരെ എടുത്ത് ഫ്ലാറ്റ് ആക്കുന്ന ഒരു പരിപാടി നമ്മൾ കാണുന്നുണ്ട്. ഓഡിയൻസിന് അവരപ്പം കാണുന്നത്, അവരെ എൻ്റർടൈൻ ചെയ്യുന്നതും ആ സീസണാണ്. അപ്പോൾ അവർക്ക് അത് മതി. പ്രീവിയസ് സീസൺ ഓർമ്മ കാണില്ല. ഞാൻ പറയാലോ, ബിഗ് ബോസ് കാണുന്നതിലൊരു 10-20% ഉള്ളൂ ഇതിൻ്റെ കോർ ഓഡിയൻസ്. അതായത് 24/7 ലൈവ് പ്ലസ് ഈ പറയുന്ന ചാനലിൽ വരുന്ന എപ്പിസോഡ്. ഒരു 10-15% എപ്പിസോഡ് മാത്രം ലൈവ് കാണുന്നില്ല. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-40% ഇതിനെ കോറായിട്ട് ഫോളോ ചെയ്യുന്നുള്ളൂ. ബാക്കി ഒരു മെജോറിറ്റി, ഒരു 60-50% ഈ ഷോൻ്റെ ക്ലിപ്സ് മാത്രം കാണുന്ന ആളുകളാണ്. എഡിറ്റഡ് ക്ലിപ്സ്, ഷോർട്ട് ക്ലിപ്സ്, സാധനങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബർ ചെയ്യുന്ന ഒരു റിവ്യൂസ് അത്ര മാത്രം കാണുന്ന ആളുകളാണ് ബാക്കി ഒരു വലിയ മെജോറിറ്റി. സോഷ്യൽ മീഡിയയിലട്ടോ ഞാൻ പറയുന്നത്, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കൗണ്ട് എടുത്ത് നോക്കിയാൽ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആവും. അപ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ ഇവർ കണ്ടത് എന്താ? ഇപ്പം അവർ കണ്ടത് ഈ സീസണിൽ ജിൻഡോ ആണ്. അപ്പോൾ അവർ ജിൻഡോയ്ക്ക് കുത്തും. ബാക്കിയുള്ളവർ അവർക്ക് ഓർമ്മ കാണില്ല, ജസ്റ്റ് ഗ്ലിംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർക്ക് ഇപ്പം അതാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നത് ചോദ്യം തന്നെ ചുമ്മാ വെറുതെ ഇറലവൻസ് സാധനമാണ്. കാരണം അത് ഇനി അടുത്ത സീസൺ ആകുമ്പോൾ അടുത്ത ആള്. അതിൽ ഞാൻ ഒരിക്കലും പ്രേക്ഷകരെ കുറ്റം പറയില്ല. അവർ കാണുന്നത് എന്താണോ, അവർക്ക് എന്താണോ അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ഇവരെല്ലാരും കൂടി ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വരണം. അൾട്ടിമേറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പോവോ? വിളിച്ചാ പോവും.